ടി.പി. ചന്ദ്രശേഖരൻ കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചു. 30 ദിവസത്തെ പരോളിൽ സുനി പുറത്തിറങ്ങി. സുനിയുടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് തീരുമാനം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടാവുന്നത്. നേരത്തെ തന്നെ ഈ ടി.പി. കേസ് പ്രതികൾക്ക് സർക്കാർ വഴിവിട്ട സഹായം നൽകുന്നു, തടവ് പുള്ളികളെപ്പോലെയല്ല അവർ ജയിലിൽ കഴിയുന്നതെന്ന വിമർശനം, തുടർന്നുള്ള വിവാദങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഈ പരോൾ ലഭിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഷഫീദ്? രജിത്ത്, ഈ ടി.പി. ചന്ദ്രശേഖർ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് വഴിവിട്ട സഹായം എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പരോൾ അടക്കമുള്ള കാര്യങ്ങൾ അനുവദിച്ച് സർക്കാർ സഹായിക്കുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെയും ശക്തമാണ്. എന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ കൊടിസുനിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരോൾ അപേക്ഷ അത് പലതവണ ജയിൽ DGPയുടെ അടക്കം മുൻപിൽ വന്നു. പക്ഷേ അപ്പോഴൊന്നും തീരുമാനം എടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ജയിൽ DGP ഇതുമായി ബന്ധപ്പെട്ട കൊടിസുനിക്ക് 30 ദിവസം പരോൾ അനുവദിച്ച ഉത്തരവിറക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൊടിസുനി ജയിൽ മോചിതനാവുകയും ചെയ്തത്. കൊടിസുനിയുടെ അമ്മയാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിച്ചത്. പ്രത്യേകിച്ച് തൻ്റെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മകന് പരോൾ അനുവദിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യ അപേക്ഷ. എന്നാൽ അത് പിന്നീട് ജയിൽ വകുപ്പ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഒരാൾക്ക് പരോൾ അനുവദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല നടപ്പടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. പ്രത്യേകിച്ച് പോലീസിന്റെ റിപ്പോർട്ട്, പ്രൊബേഷൻ റിപ്പോർട്ട് വേണം. മാത്രവുമല്ല, ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണോ, പോലീസ് സ്റ്റേഷൻ പരിധിയിലെ NOC അടക്കമുള്ള കാര്യങ്ങൾ ഇതിന് ആവശ്യമായിട്ടുണ്ട്. എന്നാൽ അതടക്കമുള്ള കാര്യങ്ങൾ കൊടിസുനിക്ക് പ്രതികൂലമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നത്.